എല്ലാവർക്കും നമസ്കാരം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു കോൺടെസ്റ്റിൽ അടുത്തിടെ നടന്നിരുന്നു. ആ കോൺടെസ്റ്റിൽ വിൻ ചെയ്തിരുന്ന ഒരു അരുൺ ഗോകുൽ ചാലക്കുടിക്കാരനാണ്. ചാലക്കുടിക്കാരെ സംബന്ധിച്ച് ഞങ്ങൾ മിടുക്കന്മാരാണ്. ഏതൊരു മത്സരത്തിനും ഞങ്ങൾ പിൻപന്തിയിലല്ല, മുന്നിൽ തന്നെ ഉണ്ടാകും. അത് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അത് ഉയർത്തി കൊണ്ടുപോയിരിക്കും. അത്തരത്തിലുള്ള ഒരു മത്സരത്തിൽ പങ്കെടുത്ത് തൻ്റെതായ ക്രിയേറ്റിവിറ്റി തെളിയിച്ച അരുൺ ഗോകുലിൻ്റെ സ്വാഗതം. താങ്ക് യു. റിലാക്സ് ആയിട്ടിരിക്കാം. അരുണേ, താങ്കൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അതെ അല്ലേ? അതെ. ഇപ്പോൾ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ അമ്മ SBTയിലെ ഡെപ്യൂട്ടി മാനേജർ ആയിരുന്നു. അതെ. ബ്രദർ ക്യാപ്റ്റൻ ആണ്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ മീഡിയാസിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാൻ ഇവിടെ വന്നത്, ഒത്തിരി ആളുകൾ താങ്കളുടെ ന്യൂസ് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നേരിട്ട് താങ്കളെ അഭിനന്ദനം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ. ഒരുപാട് സന്തോഷം. ഓക്കെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്ത്യയിൽ 146 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ള ജനസംഖ്യ. ആ 146 കോടി ജനങ്ങൾ ഇനി ഈ കാലഘട്ടം മുതൽ ഉപയോഗിക്കാൻ പോകുന്ന ആധാർ കാർഡിൽ ചാലക്കുടിക്കാരൻ്റെ കയ്യൊപ്പും പതിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ചരിത്രത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ആ സാധ്യതയെ കണ്ടെത്തി അതിൽ ക്രിയേറ്റിവിറ്റി മെനഞ്ഞ അരുൺ ഗോകുൽ എന്ന ചെറുപ്പക്കാരനൊപ്പം നമുക്കും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലേക്ക് അദ്ദേഹം നടന്നു വന്ന വഴികളെക്കുറിച്ചും കൂടുതലായി അറിയാം. എങ്ങനെയാണ് താങ്കൾ ഈ കാര്യത്തിനെ കുറിച്ച് അറിയാൻ തോന്നുന്നത്? ഈ കോമ്പറ്റീഷനെ കുറിച്ച് അറിയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ്, തൃശ്ശൂരുള്ളൊരു അനിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അന്ന് October 30th. പിന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു, പക്ഷേ അന്നത്തെ ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് അന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അവനൊരു ഓൾറെഡി ചെയ്ത ഡിസൈൻ സൈസും അതിൻ്റെ സ്പെസിഫിക്കേഷനും റെഡിയാക്കാൻ വേണ്ടി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഒരു കോമ്പറ്റീഷനാണ്, ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, നീയും കൂടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ തന്നെ അവൻ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ നൈറ്റ് 12 മണി വരെ ഉള്ളൂ, അപ്പോൾ അതിന് ലിങ്ക് എക്സ്പയർ ആവും. അപ്പോൾ പെട്ടെന്നുള്ളൊരിത് കുറച്ച് സ്പെസിഫിക് പാരാമീറ്റേഴ്സ് അവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് ശ്രദ്ധിക്കാനുള്ളൊരു സമയം, അവൻ ഉണ്ടാക്കിയതൊരു മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ടൈഗർ പോലത്തെ ഒരു ഇത് പിടിച്ചേക്കുന്നതായിരുന്നു, ദീപശിഖ പിടിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഉണ്ടാക്കാനൊരു ടൈമോ കാര്യങ്ങളോ ഇല്ല എൻ്റെ മുമ്പിൽ. പെട്ടെന്ന് കുറച്ച് പാരാമീറ്റേഴ്സ് എൻ്റെ ശ്രദ്ധപ്പെട്ടു. വളരെ ലൈറ്റ് ഇതായിരിക്കണം, ചെറിയ പിള്ളേർ തുടങ്ങി പ്രായമായവർ വരെ അതിലൊരു ആകൃഷ്ടമാവണം, പിന്നെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്നതിലുപരി അത് പെട്ടെന്ന് ഫ്രണ്ട്ലി ഇതായിരിക്കണം. അപ്പം ഇത് ആധാറിന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഈ ഒരു ഭാഗ്യചിഹ്നത്തിൻ്റെ കാര്യമാണ് ആൾക്കാർക്ക് ഓർമ്മ വരേണ്ടത്. അപ്പം പിന്നെ വേവിങ് ഹാൻഡ്, അതായത് ആൾക്കാരെ നോക്കി ചിരിക്കണ ഒരു, പിന്നെ ഒരു എക്സാമ്പിൾ പറയാൻ അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ എയർ ഇന്ത്യയുടെ ഒരു സർദാർ നിൽക്കുന്നുണ്ട്, മസ്കറ്റ് മാതിരി. അപ്പം അത് ജസ്റ്റ് മഹാരാജ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു ഇത് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് ടൈമില്ല, പിന്നെ പെട്ടെന്ന് റെഡിയാക്കും വേണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു സ്മൈലി ബോളിൻ്റെ ഇത് വെച്ച് നോക്കി അങ്ങനെ ഉണ്ടാക്കി. എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഏകദേശം ഒരു 3-4 മണിക്കൂർ മണിക്കൂറിനുള്ളിൽ താങ്കൾ ഇതൊരു ക്രിയേറ്റിവിറ്റി കണ്ടെത്തിയത് ചെയ്തു. പക്ഷെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് ഒരു ലിങ്ക് ഇതാവണാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു ഇത് മാത്രം ഞാൻ കണ്ടിരുന്നു. അതിൽ ഈ ഫ്ലാഗ്, ഈ കഴുത്തിൽ അങ്ങനെ ഒരു ഫ്ലാഗ് ചുറ്റാമെന്നുള്ള ഐഡിയ ചിന്തിക്കാൻ കാരണം എന്താ? ജസ്റ്റ് ഒരു ഷാള് പോലെയാണ്, അത് ചെവിയുടെ ഇത് കറക്റ്റായിട്ട് വരണില്ലേ പെയിന്റിലിട്ടപ്പോൾ. അപ്പോൾ പിന്നെ ഷാളാണ്, പിന്നെ കാണില്ല. അതാണ് ശരിക്കും എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഏതൊരു പൗരനും അവൻ അണിയേണ്ട ഒരു എന്താ പറയാ, ഏറ്റവും അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട അവന്റെ നാഷണൽ ഫ്ലാഗ്, അത് ഇന്നു മുതൽ നമ്മുടെ ആധാർ കാർഡിൽ വന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യമാണ്. താങ്കളുടെ അമ്മ ചിത്രം വരയ്ക്കുന്നു തോന്നുന്നു അല്ലേ? അമ്മ വരയ്ക്കും. ഞാൻ ഈ ബുക്ക് കണ്ടു. ഇതില് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഒരു കിളി, ഇത് ഇദ്ദേഹത്തിന്റെ അമ്മ ഡ്രോയിങ് ചെയ്തതാണല്ലേ, മേഡല്ലേ വരച്ചത്? മുകളിലൂടെ പോകുന്ന ഒരു തുമ്പി, ആ ചിത്രശലഭത്തിന് താഴെ ഇരിക്കുന്ന പക്ഷിയാണ് പിടിക്കുന്നത്. അതുപോലെ നമ്മുടെ യങ്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഞാനടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഞാൻ യങ്സ്റ്റർ അല്ല, പക്ഷെ മനസ്സിലാക്കേണ്ടത്, അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അമ്മ വരച്ചു വെച്ച ഒരു ചിത്രം മകൻ അത് ആ തലത്തിൽ ചിന്തിച്ച്
മകൻ അതിലെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു മാം, വെരി ഗുഡ് വർക്ക്. ഞാൻ മാഡത്തിന്റെ എല്ലാ പിക്ചേഴ്സ് നോക്കി, കണ്ടില്ലേ? ഇതെല്ലാം ഞാൻ കണ്ട പിക്ചറുകളാണ് മാഡം വരച്ചത്. വളരെ യു ആർ വെരി ക്രിയേറ്റീവ് മൈൻഡ്. അതിന്റെ ഒരു ഓൺലൈൻ മീര ടീച്ചറിന്റെ ചിത്രങ്ങൾ നോക്കി ടീച്ചറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ 2-3 ചിത്രങ്ങൾ. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് നിമിഷ നേരം കൊണ്ട് ഞാൻ കണ്ടെത്തിയ കാര്യമാണ്, മാഡം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ്. കണ്ടില്ലേ? ഓഷോയുടെ ബുക്കിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി തനതായിട്ട് ജനിച്ച് അവൻ രൂപപ്പെടുന്നതല്ല, നമ്മുടെ പൈതൃകം, ആ പൈതൃകമാണ് നമ്മളെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അരുണ്, യു ആർ ബ്ലെസ്ഡ് ബിക്കോസ് ഓഫ് യുവർ മദർ ഗേവ് ഓൾ തിങ് ടു യു. ഓക്കെ, ഇനി കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളത്? സോ ഹാപ്പി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ ഒരു ഡിസൈൻ, എൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റി എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ മറ്റൊരാളൊരു ക്രിയേറ്റീവായിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരൊപ്പം കുറച്ച് നേരമെങ്കിലും ഒന്ന് ഇരിക്കുക, അത് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി. പറയരുണേ, എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ ആളുകൾക്ക്, എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്തായാലും വളരെയധികം ഹാപ്പി. കൂടുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ ഇങ്ങനെ സാസിൻ്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ്, ഞാൻ ആദ്യമായിട്ടാണ് ആളെ കാണുന്നത്. അപ്പം അതിലും ഒരുപാട് സന്തോഷം. ഇത്ര എനർജറ്റിക് ആയി ഒരു ചേട്ടനായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. അത് ചില നിമിത്തങ്ങളാണ് സർ, ചില നിമിത്തങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഈ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളെ എന്നോ ഞങ്ങളെ കണ്ട് മറന്ന് എവിടെയോ പാതി വഴിയിൽ ഞങ്ങൾ ഇട്ടിട്ട് പോന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളെ തേടി വന്ന് ഞങ്ങളുടെ വിജയം സന്തോഷവും നിങ്ങൾ ഞങ്ങൾക്കും ഷെയർ ചെയ്ത്, ഞങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്ത് ഈ നിമിഷം ഞങ്ങളുടെ വളരെ അനശ്വരമാക്കി തന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഒരു നിസ്സാരമായൊരു മത്സരത്തിൽ പങ്കെടുത്ത് ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചതല്ല. ഞാൻ മുൻപ് പറഞ്ഞു 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ അത് ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന, ഒരു പക്ഷേ നമ്മുടെ ലൈഫ് സ്പാൻ മുഴുവൻ ഞാനൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് താങ്കളുടെ ഡിസൈൻ ചെയ്ത ആ ഡിസൈൻ വെച്ചിട്ടുള്ള എൻ്റെ ആധാർ കാർഡാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും, ഞാൻ പറയുന്നത് എല്ലാവരും ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണം, വളരെ ആക്റ്റീവ് ആയിരിക്കണം, വളരെ ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മുടെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മാഡത്തിന് ഓർക്കണം, ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ എൻ്റെ കൊച്ചുമകളെ പോലെ തന്നെ ഇവന്റെ വൈഫാണ് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എനിക്ക് ചെയ്തു തരുന്നത്. പെയിന്റ് വാങ്ങിച്ചു കൊണ്ട് തരിക, ബുക്ക് വാങ്ങിച്ചു തരിക, അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഇവന്റെ വൈഫാണ്. അവരോട് ഇല്ലാന്ന് മാരേജിന് ചേട്ടനും ചേച്ചി. അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു.